വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതിയാണ്. അത് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ചേർന്നുള്ള ഒരു സ്മൂതി. കണ്ടു നോക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഓട്സ്, ആമണ്ട് ഫ്ലേക്സ് അല്ലെങ്കിൽ ബദാം, പിന്നെ നമുക്ക് വേണ്ടത് ചിയ സീഡ്സ്, ബനാന, ഓറഞ്ച്, ക്യാരറ്റ്, കുറച്ച് ടേമറിക്, ഹണി. ഇത്രയാണ് നമുക്ക് ഈ സ്മൂതി ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓറഞ്ച് ഒന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. 2 ഓറഞ്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഓറഞ്ചിനകത്ത് സീഡ്സും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ഈ ജ്യൂസ് വീണ്ടും ഈ ബോളിലേക്ക് തന്നെ ഒഴിക്കാം. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഇടുന്നത് ക്യാരറ്റ് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ബോയിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. മൈക്രോവേവിൽ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തേക്കുന്നതാണ്. അതിനകത്തേക്ക് ഇടാം. കുറച്ച് വെള്ളമുണ്ട് എൻ്റെ കൂടെ തന്നെ, വേവിച്ച വെള്ളം. പിന്നെ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമ്മളൊരു 4 ടേബിൾ സ്പൂൺ ഓട്സ് സോക്ക് ചെയ്തതാണ്. സോക്ക് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഇടുക. ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്യുക, ഇതിനകത്തേക്ക് ഇടാം. ടർമറിക് പൗഡർ 1/4 ടീസ്പൂൺ, ബനാന, ഏത്തക്കയാണ്, ഒരു മീഡിയം സൈസ് ഏത്തക്ക, അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ഇടേണ്ടത് ആമണ്ട്സ് ആണ്. ബദാം ഒരു തൊലി കളഞ്ഞ് ഒരു 5 എണ്ണം കുതിർത്ത് വെക്കുക. അല്ലെങ്കിൽ ആമണ്ട് ഫ്ലേക്സ് ഉള്ളതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആമണ്ട് ഫ്ലേക്സ് ഇച്ചിരി വെള്ളത്തിൽ, ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. സോഫ്റ്റ് ആവാനായിട്ടാണ് നമ്മൾ കുതിർത്ത് വെക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഹണി ഉണ്ട്, ഹണി ഓപ്ഷണലാണ്. പിന്നെ ഇവിടെ ചിയ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ആഡ് ചെയ്യും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഓരോ സീസണിലും കിട്ടുന്ന ഓറഞ്ചിൻ്റെ മധുരം വ്യത്യാസം വരും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ഹണി ഉപയോഗിച്ചാൽ മതി. മധുരം ഉണ്ടെങ്കിൽ ഹണി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഹണി കൂടെ ചേർക്കാം, 1 ടേബിൾ സ്പൂൺ ഹണി കൂടെ ചേർക്കാം. അടുത്തായിട്ട് ചിയ സീഡ്സ് ആഡ് ചെയ്യണം. ചിയ സീഡ്സ് എന്ന് പറഞ്ഞാൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സീഡ്സാണ്. അപ്പോൾ ഇത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അവിടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡായി. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ ഈ സ്മൂതി റെഡിയായി. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്മൂതിയാണ് ഇത്. നമുക്ക് ഗാർണിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആമണ്ട് ഫ്ലേക്സോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ സെഗ്മെൻറ്റ്സോ ഒക്കെ ഇടാം. ഞാൻ കുറച്ച് ആമണ്ട് ഫ്ലേക്സ് കൊടുക്കുക. ഇപ്പോൾ ഒരു ബൈറ്റ് കൂടെ കിട്ടും, കഴിക്കുമ്പോൾ നമുക്കൊരു ബൈറ്റ് കൂടെ കിട്ടും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.